ടീച്ചറെ ഞാനിങ്ങ് കേൾക്കേ. ഗുഡ് മോർണിംഗ് ടീച്ചർ. ഗുഡ് മോർണിംഗ്. എന്താ വൈകിയത്? അത് മഴയോട് കൊട എടുക്കാൻ മറന്നുപോയി. തെച്ചു നന്നിക്കോ. നമ്മള് സാക്ഷരതയാണ് പഠിപ്പിക്കാൻ പോകുന്നത്. സാക്ഷരത ക്ലാസ്സാണ് എടുക്കാൻ പോകുന്നത്. നിങ്ങൾക്ക് വല്ല അക്ഷരങ്ങളോ എന്തെങ്കിലും അറിയോ? ആർക്കും അറിയില്ല. എന്താക്ഷരം അറിയോ? ആദ്യം പഠിക്കേണ്ടത് ഹരിശ്രീയാണ്. അതറിയോ? അറിയോ? അപ്പൊ കാക്കാക്ക് അറിയുന്നത് ആ ഈ അറിയോ? കാക്കന് മാത്രല്ല അറിയാം. കാക്കന് മാത്രല്ല അറിയാം. അല്ല എഴുതാനാവില്ലേ? ആ എന്നാ പിന്നെ ഞാൻ ചോദിക്കട്ടെ. ആന്നെഴുത്. എല്ലാരും എഴുതിക്കോ. മൂന്നാളും അറിയില്ല. അത് ഓന്നല്ല. അത് പൂജ്യത്തിനൊരു പാലാണ്. അത് ഓന്നല്ല. പൂജ്യത്തിനൊരു പാല്. പിന്നെ ഞാനെഴുതി. ആന്നെഴുതിയ കക്കൂസിലാ. അത് ശരിയല്ല. അത് 100 എന്നാണ്. 100 എന്നാണ്. ആന്നല്ല. 1 എഴുതി 2 പൂജ്യാന്നത്. ആന്നല്ല. അത് കക്കൂസ് പോവാനാ. കക്കൂസ് പോവാൻ രാവിലെ വീട്ടിൽ തന്നെ ജോലി. എത്ര മണിക്കാ ഉറങ്ങിയ നീറ്റിന്? 8:30. വീട് 8:45 എത്തിയില്ലേ? ക്ലാസ്സിൽ വരുമ്പോ കുളിക്കൊല്ലും വേണ്ടേ? നിങ്ങളാണോ ഞാൻ സാക്ഷരത പഠിപ്പിക്കാൻ വന്നത്? നിങ്ങൾ ഏതെങ്കിലും സ്കൂളിൽ പോയിനാ? നിങ്ങൾ പോയിനാ? ആരും പോയിട്ടില്ല. എന്നാ ഞാൻ ആദ്യം ഒരു പാട്ടാണ് നിങ്ങളെ പഠിപ്പിക്കുന്നത്. കോല് വയ്യപ്പോ അടി ഇരിക്ക്. വയ്യപ്പുവാ. നേരമൊട്ടും വൈകിയില്ല കൂട്ടുകാരെ പോരൂ. പേരെഴുതാം വായിക്കാം ലോകവിവരം നേടാം. അക്ഷരങ്ങൾ മൂർച്ചയുള്ളോരായുധമാകുമ്പോൾ പുസ്തകങ്ങൾ നമ്മളുടെ കൂട്ടുകാരാകുമ്പോൾ സംഘബോധം നമ്മളെ നയിക്കുവാനെത്തുമ്പോൾ സംഗതികളൊക്കെ നമ്മുടെ ഇംഗിതം പോലാകും. ഇഞ്ചല്ല. സംഗതികളൊക്കെ നമ്മുടെ ഇംഗിതം പോലാകും. ഇംഗിതം എന്ന് പറഞ്ഞാൽ അർത്ഥം ഇഷ്ടം. ലവ്വല്ല, ഇഷ്ടം. ആ ഇംഗിതം ഇഷ്ടം. ലവ്വും ഇഷ്ടവും രണ്ടാണ്. രണ്ടും രണ്ടാണ്. സംഗതികളോ ലവ് എന്ന് പറഞ്ഞാൽ സ്നേഹം. ഇഷ്ടം എന്ന് പറഞ്ഞാല് അത് ഒന്നിനോടുള്ള ഇഷ്ടം. അത് രണ്ട് തരാണ്. അപ്പൊ സംഗതികളൊക്കെ നമ്മുടെ ഇംഗിതം പോലാകും. സംഗതികൾ നമ്മുടേതല്ല. സംഗതികളൊക്കെ നമ്മുടെ ഇംഗിതം പോലാകും.
ശരിയാ. നിങ്ങൾക്ക് രണ്ടുപേർക്കും അറിയില്ല, ഒറ്റക്ക് പാട്. നമ്മക്കൊന്നും അറിയാതെ ആളല്ല. സംഗതികളൊക്കെ നമ്മുടെ ഇംഗിതം പോലാകും. സംഗതികളൊക്കെയും നമ്മുടെ ജീവിതം പോലാകും. ജീവിതല്ല ഇംഗിതം. ഇംഗിതം തന്നെ പറഞ്ഞേ. അല്ല, ഈ കുട്ടി ജീവിതം എന്നാ പറഞ്ഞ, ജീവിതം പോലാകും എന്നാ പറഞ്ഞ. സംഗതികളൊക്കെയും നമ്മുടെ ഇംഗിതം പോലാകും. സംഗതികളൊക്കെ നമ്മുടെ ഇംഗിതം പോലാകും. സംഗതികളൊക്കെയും ഒക്കെയും വേണ്ട, സംഗതികളൊക്കെ നമ്മുടെ ഇംഗിതം പോലാകും. സംഗതികളൊക്കെ നമ്മുടെ ഇംഗിതം പോലാകും. നിങ്ങൾക്ക് അറിയില്ല, ഞാൻ ഒരിക്കൽ കൂടി പാടിത്തരാ, ശരിക്കും ശ്രദ്ധിച്ചോളുക. ഞാൻ ഒറ്റക്ക് പാടാ, നിങ്ങൾ എല്ലാരും കേട്ട് മനസ്സിലായിക്കോളുക. നേരമൊട്ടും വൈകിയില്ല കൂട്ടുകാരെ, പോരൂ പേരെഴുതാം വായിക്കാം ലോകവിവരം നേടാം. അക്ഷരങ്ങൾ മൂർച്ചയുള്ളൊരായുധമാകുമ്പോൾ പുസ്തകങ്ങൾ നമ്മളുടെ കൂട്ടുകാരാകുമ്പോൾ സംഘബോധം നമ്മളെ നയിക്കുവാനെത്തുമ്പോൾ സംഗതികളൊക്കെ നമ്മുടെ ഇംഗിതം പോലാകും. ഇംഗിതം പോലാകും. സംഗതികളൊക്കെയും നമ്മുടെ സംഗതികളൊക്കെ നമ്മുടെ സംഗതികളൊക്കെ നമ്മുടെ ഇംഗിതം പോലാകും. ഈ കുട്ടിക്ക് ഒരു പൊടി മനസ്സിലാകുന്നില്ല. രാവിലെ വീട്ടിൽ നിന്നാ കഴിച്ചിനി? ചിക്കനും പൊറോട്ടയും. ചിക്കനും പൊറോട്ടയാ? നേരം വെളുക്കുമ്പോ പൊറോട്ടയും പിഴിഞ്ഞിട്ടാണോ വന്നേ? അന്നേരം അത്രേ അറിയുള്ളൂ. ടീച്ചറിന്റെ വിചാരം മാത്രമേ ഉള്ളൂ എന്ന് മനസ്സിലായി. ഓക്കെ, ഇനി ഞാൻ ഒരു പാട്ടും. സംഗതികളൊക്കെ നമ്മുടെ ജീവിതം പോലാകും. ആ പൊറോട്ട ഒന്നതിന്റെ ഗുണമുണ്ട്. രാവിലെ ചിക്കനും പൊറോട്ട കഴിക്കല്ലേ? ചിക്കൻ മാത്രമല്ല, ചിക്കൻ ഫ്രൈ ഉണ്ട്. അമ്മേനെ ഞാൻ കാണട്ടെ. അങ്ങനെ കാണൂല. ആ, ഞാൻ പറയാം. ഇനി അടുത്ത പാട്ട് പഠിച്ചോളൂ. അടുത്ത പാട്ട്. കാക്കേ കാക്കേ കൂടെ വിടേ, കാക്കേ കാക്കേ കൂടെ വിടേ, തെക്കേ മാവിൻ കൊമ്പത്ത്, തെക്കേ മാവിൻ കൊമ്പത്ത്, കൂട്ടിനകത്ത് എന്തുണ്ട്, കൂട്ടിനകത്ത് എന്തുണ്ട്, കൂട്ടിനകത്തൊരു കുഞ്ഞുണ്ട്, കൂട്ടിനകത്തൊരു കുഞ്ഞുണ്ട്, കുഞ്ഞിനു തീറ്റ കൊടുക്കാഞ്ഞാൽ, കുഞ്ഞിനു തീറ്റ കൊടുക്കാഞ്ഞാൽ, കുഞ്ഞു കിടന്നു കരഞ്ഞിടും, കുഞ്ഞു കിടന്നു കരഞ്ഞിടും, കുഞ്ഞേ കുഞ്ഞേ നീ തരുമോ, കുഞ്ഞേ കുഞ്ഞേ നീ തരുമോ, എന്നുടെ കയ്യിൽ നെയ്യപ്പം, എന്നുടെ കയ്യിൽ നെയ്യപ്പം, നെയ്യപ്പത്തിന്റെ പേര് കേൾക്കുമ്പോ വായിൽ വള്ളൂറിയാ? ഇല്ല ഇല്ല, തരില്ല നെയ്യപ്പം, ഇല്ല തരില്ല നെയ്യപ്പം, അയ്യോ കാക്കേ പറ്റിച്ചു, അയ്യോ കാക്കേ പറ്റിച്ചു. ഇതെന്തെങ്കിലും മനസ്സിലായ? വല്ലോ മനസ്സിലായ കുട്ടി? മനസ്സിലായ? ഒരു കാക്കേനെ പറ്റിയുള്ള പാട്ടാണ്. ഇനി പ്രാവിനെ പറ്റിയാ പാടുന്നത്. പ്രാവിനെ പറ്റി. പ്രാവേ പ്രാവേ പോകരുതേ, പ്രാവേ പ്രാവേ പോകരുതേ, വാവാ കൂട്ടിനകത്താക്കാം. വാവാ കൂട്ടിനകത്താക്കാം. അതെന്നാ ഒറ്റ പറഞ്ഞേ? ഈ കുട്ടിക്ക് പൊറോട്ട തൊണ്ടക്ക് കുടുങ്ങിയ പൊറോട്ട. ഇതെന്താ തെറ്റിച്ച് പാടുന്നേ? ശരിയായിട്ട് പാട് കുട്ടി. പ്രാവേ പ്രാവേ പോകരുതേ, പ്രാവേ പ്രാവേ
ഒറ്റമൂളി. അയ്യോ പാട്ട് പാട്ട് ടീച്ചറെ. ആ എല്ലാരും ഇരിക്കും, ഞാൻ വരുന്നത്. നേർത്തിരിക്കേ. ഈ ടീച്ചറുടെ എന്നാലും പോയേ. ബാ നമുക്ക് കുറച്ച് എക്സസൈസ് നമുക്ക് മറ്റേ ഇക്കളിന്റെ പേരിനും അത് കളിക്കാം. കത്രിക പെൻസില് എന്താണ് stone paper pencil scissors 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 stone paper pencil. എന്താ എല്ലാവരും വന്നാ ഒച്ചയാക്കുന്നേ? ഒച്ചയാക്കുന്ന ആടെ ശബ്ദം ഉണ്ടാക്കാണ്ടിരിക്കും. ഞാൻ കണ്ണട എടുക്കാൻ പോയതാ. എന്നാ പിന്നെ തുടങ്ങിക്കോ. കേട്ടിട്ടില്ലേ? ടീച്ചർ കേട്ടിട്ടാന്ന് വിചാരിക്കുന്നേ. കുട്ടിക്ക് കുറച്ച് കുട്ടികളെ ജാസ്തിയല്ലേ? ആ ആ സാറില്ല, കുസൃതി കുരുന്നുകളല്ലേ, പോട്ടെ. ഞാനങ്ങ് ക്ഷണിച്ചു. ആ എന്നാ പിന്നെ അടുത്ത പാട്ട് ടെസ്റ്റ് വായിക്കലല്ല. ഞാൻ ഒരു പാട്ടും കൂടി പാടുന്നുണ്ട്. അത് കഴിഞ്ഞിട്ടാണ് ടെസ്റ്റ് വായന. ആ എന്നാ പിന്നെ അടുത്ത പാട്ട് ഇതാ പാടുന്നു. പ്രാവേ പ്രാവേ പോകരുതേ, പ്രാവേ പ്രാവേ പോകരുതേ, വാവാ കൂട്ടിനകത്താക്കാം, വാവാ കൂട്ടിനകത്താക്കാം. കുട്ടി പുറത്ത് വരുന്നുണ്ടാ? പാലും പഴവും പോരെങ്കിൽ, പാലും പഴവും പോരെങ്കിൽ, ചോറും കറിയും ഞാൻ നൽകാം, ചോറും കറിയും ഞാൻ നൽകാം. കൊള്ളാം കുഞ്ഞേ നിന്നിഷ്ടം, കൊള്ളാം കുഞ്ഞേ നിന്നിഷ്ടം. തള്ളാൻ പാടില്ലെന്നാലും, തള്ളാൻ പാടില്ലെന്നാലും, ഞാനങ്ങോട്ടേക്കില്ലിപ്പോൾ, ഞാനങ്ങോട്ടേക്കില്ലിപ്പോൾ. മാനം നോക്കി പോകുന്നു, മാനം നോക്കി പോകുന്നു. ഞാൻ വായിക്കട്ടെ. ആ ടെസ്റ്റ് ടെസ്റ്റ് വായിക്കേ, മൂന്നാളും വായിക്കേ. ഞാൻ വായിക്കാം. ആ വായിക്കേ. ഷിയ ദോശ ഇടുന്നുണ്ടോ കുട്ടി? ഇതെന്നാ ഷീ ഇതാണെന്ന് പറയുന്നേ? കിട്ടുന്നില്ല. ഞാനൊരു കഥ വായിക്കാം. ആ സമൂഹത്തിലെ പ്രശ്നങ്ങളാൽ ജീവൻ പോയ അമ്മച്ചി. അമ്മച്ചിയാ? എന്താ അമ്മച്ചിന്റെ ബുക്കിലുണ്ടോ കുട്ടി? അമ്മച്ചിന്റെ പുസ്തകത്തിലുണ്ടോ കുട്ടി? അത് പുസ്തകത്തിലെ അമ്മച്ചിയുടെ ആരോഗ്യാണ്. ആ ഞാൻ അക്ഷരം പഠിപ്പിച്ചുതരാം. അവിടെ ഇരിക്കേ, അക്ഷരം പഠിപ്പിച്ചുതരാം. എല്ലാവരും അവിടെ ഇരിക്കേ. ആ എന്നാ പിന്നെ തുടങ്ങിക്കോ. എഴുതാൻ തുടങ്ങിക്കോ. ആ ആ ആ എല്ലാവരും എഴുതി, വേഗം എഴുതി. ആ ഈ വേഗം എഴുതി. ഒരു കവിത കൂടി ചെല്ലാനുണ്ട്. ഊ ഊ ഇറ് ആ കുട്ടി വേഗം എഴുതുന്നുണ്ടല്ലോ. ഐ
കാര്യങ്ങൾ. ഞാനൊരു കവിത കൂടി വായിക്കുന്നുണ്ട്. ഒരു ഉപ്പിന്റെ കവിതയാണ്. ഉപ്പിന്റെ കവിത. ഉപ്പ്, ONV കുറുപ്പിന്റെ ഉപ്പ് എന്ന കവിത. ജ്ഞാനപീഠ പുരസ്കാരം നേടിയ കവി. 1931 കൊല്ലം ജില്ലയിലെ ചവറയിൽ ജനിച്ചു. നാടൻ ശീലുകളോടുള്ള ആഭിമുഖ്യം, ഗാനാത്മകത, ലയഭംഗി, ആശയ സമ്പുഷ്ടി എന്നിവ ONV കവിതയുടെ സവിശേഷതകൾ. ചലച്ചിത്ര ഗാനരചയിതാവ് എന്ന നിലയിലും പ്രശസ്തനാണ്. ഒരു തുള്ളി വെളിച്ചം, മയിൽപീലി, അഗ്നിശലഭങ്ങൾ, കറുത്ത പക്ഷികളുടെ പാട്ട്, ഉജ്ജയിനി, ഭൂമിക്കൊരു ചരമഗീതം, അഗ്നിശലഭങ്ങൾ, അക്ഷരം, ഉപ്പ്, ഭൈരവന്റെ തുടി, സ്വയംവരം തുടങ്ങിയവ പ്രധാന കൃതികൾ. കേരള സാഹിത്യ അക്കാദമി അവാർഡുകൾ ലഭിച്ചിട്ടുണ്ട്. അതിലുള്ള ഒരു ഉപ്പ് അതിലുള്ള ഒരു ഉപ്പ് എന്ന കവിതയാണ് ഞാനിപ്പോൾ പാടാൻ പോകുന്നത്. ഞാൻ ചൊല്ലിത്തരാ, എല്ലാവരും ഏറ്റുപാടണം. നാളെ വരുമ്പോ എല്ലാവരും, സമയം ആയിപ്പോയി, നാളെ വരുമ്പോക്ക് എല്ലാവരും ഇത് പഠിച്ചു കൊണ്ടുവരിക. അക്ഷരം എല്ലാവരും പഠിച്ചു കൊണ്ടുവരിക. ഈ കവിതയും കൂടി ചൊല്ലിട്ട് ഇന്ന് സ്കൂൾ വിടാം കേട്ടോ. ഇല്ല, ഇന്ന് കഞ്ഞിയില്ല. ഉപ്പ് ഭാഗം 1. പ്ലാവില കോട്ടിയ കുമ്പിളിൽ തുമ്പതൻ. പാട്, അല്ലെങ്കിൽ ഇന്ന് വിടൂല, സ്കൂളിന് പഠിക്കാണ്ട് വിടൂല. പ്ലാവില കോട്ടിയ കുമ്പിളിൽ തുമ്പതൻ. ശരിക്കും പാട് കുട്ടി. ഈ കുട്ടി എന്താ ഇങ്ങനെ ചിരിച്ചോണ്ടിരിക്കുന്നത്? കുട്ടിക്ക് കുറച്ച് കുരുത്തക്കടി ജാസ്തിയല്ലേ? പ്ലാവില കോട്ടിയ കുമ്പിളിൽ തുമ്പതൻ. പ്ലാവില കൂട്ടിയ കുമ്പിളിൽ പ്ലാവില കോട്ടിയ കുമ്പിളിൽ കുമ്പതൻ. പ്ലാവില കോട്ടിയ കുമ്പിളിൽ തുമ്പതൻ. പൂവുപോലിത്തിരി ഉപ്പു തരിയെടുത്താവി പാറുന്ന പൊടിയരി കഞ്ഞിയിൽ തൂവി പതുക്കെ പറയുന്നു മുത്തശ്ശി. ഉപ്പു ചേർത്താലേ രുചിയുള്ളു കഞ്ഞിയിൽ. ഉപ്പുതരി വീണലിഞ്ഞു പോം മട്ടിലെഞ്ഞുണ്ണി. നിൻ മുത്തശ്ശിയും നിന്ന നിൽപ്പിലൊരു നാൾ മറഞ്ഞു പോം. എങ്കിലും നിന്നിലെ ഉപ്പായിരിക്കുമേ മുത്തശ്ശി എന്നും എന്നുണ്ണിയെ വിട്ടെങ്ങു പോകുവാൻ. ഭാഗം 2. ചില്ലുപാത്രത്തിലിരുന്നു ചിരിക്കുന്നു നല്ല കറിയുപ്പു തീമേശമേൽ കടൽ വെള്ളത്തിൽ നിന്നു കറിയുപ്പു വാറ്റുന്നു. വെണ്ണ വിജ്ഞാന പലയോലയിൽ കൊത്തി എന്റെ നാവിന്നുരം വായിപ്പിച്ചു കൊണ്ടു ഞാൻ. പിന്നെയൊരു നാൾ കടൽ കണ്ടു ഞാൻ. വെറും മണ്ണിൽ കിടന്നുരുളുന്ന കാണാതായ തൻ കുഞ്ഞിനെ ഓർത്തു നെഞ്ചു ചുരന്ന പാലെങ്ങും നിലയ്ക്കാതൊഴുകിയേ പരന്നതിൽ മുങ്ങി മരിക്കുന്നൊരമ്മയെ കണ്ടു ഞാൻ. വല്ലോ മനസ്സിലായോ ഇതിനകത്ത്? ഉപ്പ് തിന്നുന്നവൻ വെള്ളം കുടിക്കലല്ല. ഉപ്പ് പോലെയാണ് മുത്തശ്ശി എന്നാണ് പറഞ്ഞുകൊണ്ടേയിരുന്നത്. അത് ഉപ്പ് പിന്നെ വെള്ളത്തിലിട്ടാല് ഉപ്പ് പിന്നെ കാണൂലല്ലോ. അതേപോലെ മുത്തശ്ശിയും ഒരു നാൾ മറഞ്ഞു പോവും. ഇന്നലത്തെ ഹോംവർക്ക് ഞാൻ എഴുതിയിട്ടുണ്ട്. ടീച്ചറെ സമയം പാടായി, നമ്മള് പോയിക്കോട്ടെ. പോകാനായില്ലല്ലോ. മഴയുമില്ല, ഞാൻ പൊടി വെച്ചിട്ടില്ല. എനിക്ക് എഴുതി എത്തണേ. ജനഗണമന സംഖ്യപ്പാട്ടാ. ജനഗണമന എന്നാ ജനഗണമന ചൊല്ലിക്കോ. അത് മതി, ജനഗണമന ചൊല്ലിക്കോ. ക്ലാസ് കഴിഞ്ഞാൽ ജനങ്ങളെ വേലണം. ചൊല്ലിക്കോ.
തുടങ്ങിക്കോ. ജനഗണമന ചൊല്ലിക്കോ. അതിനായക ജയ ഹേ ഭാരത ഭാഗ്യ വിധാത. പഞ്ചാബ് സിന്ധ് ഗുജറാത്ത് മറാഠ ദ്രാവിഡ ഉത്കല ബംഗ വിന്ധ്യ ഹിമാചല യമുന ഗംഗ ഉജ്ജല ജലധി തരംഗ. തവ ശുഭ നാമേ ജാഗേ തവ ശുഭ ആശിഷ മാഗേ गाहे तव जय गाथा. जनगण मंगलदायक जय हे भारत भाग्य विधाता. जय हे जय हे जय हे जय 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 हे. എല്ലാവരും പോയിക്കോളൂ. അയ്യോ ബുക്ക് നാളെ കാണാം. ടീച്ചറെ പോയേ. സാക്ഷരതാ ക്ലാസ് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഇഷ്ടപ്പെട്ടില്ല ഒന്ന് കമന്റ് കൂടി ചെയ്യണേ. ബൈ ബൈ.